ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. സുധി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടോ. ഞാൻ റിക്കിനെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഓടിക്കരച്ച് ഇങ്ങോട്ട് എത്തിയതാട്ടോ. അപ്പൊ എന്തായാലും അവനെ കാണിച്ചു തരാം. എനിക്ക് അവനെ സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ് ചെയ്യാട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. അപ്പൊ എനിക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഇവിടെ നിന്നും കൂടി ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതാണ് റിക്കിയുടെ അടുത്തുനിന്ന് ആദ്യം പോകാം. അമ്മ എനിക്ക് വേണ്ടി ചായ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുടിക്കണം. പക്ഷെ ഞാൻ 1 hour കഴിഞ്ഞിട്ട് കുടിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്ന് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കുക കേട്ടോ. ഞാനിവിടെ ഇനി നമുക്ക് കുറച്ച് നേരം റിക്കിയുടെ അടുത്ത് പോവാം കേട്ടോ. ഞാൻ ഇവന്റെ അടുത്ത് എത്തിയിട്ടോ. ഇവൻ ഇന്നലെ എന്നെ കണ്ടത് ഓടി വന്നു കേട്ടോ. എനിക്ക് ഇവനെ സത്യത്തിൽ ഇവിടെ ഈ വീട്ടിൽ വന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഇവനെ കേട്ടോ. എപ്പോഴും ഇവന്റെ അടുത്ത് വന്നിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവന്റെ അടുത്ത് കുറച്ച് കുറുമ്പാണ്. എന്നാലും ഞാൻ ഇവന്റെ അടുത്ത് പോയി ഇരിക്കുമ്പോഴേ എനിക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കില്ലേ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവന്റെ കൂടെ അടുത്ത് പോയിരുന്നാൽ മതി. മാക്സിമം ഇവൻ നമ്മളെ ഹാപ്പി ആക്കി അങ്ങ് തരും കേട്ടോ. റിക്കി കേൾക്കുന്നില്ല കേട്ടോ. അവൻ എന്തോ അങ്ങോട്ട് അവിടെ എന്തോ വണ്ടി എന്തോ വന്നത്. അപ്പൊ അതിലോട്ട് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നേ. അമ്മ അടുപ്പിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇവനെ ഒന്ന് എന്റെ അടുത്തേക്ക് വരാൻ ഒരു ടെക്നിക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നോക്കി നോക്ക് നോക്ക് നോക്ക്. ഇത് കാലത്തൊരു ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അമ്മ മാംഗോ ഒക്കെ കട്ട് ചെയ്ത് തന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ബനാനയും മാംഗോയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് അമ്മ മാംഗോ എനിക്ക് രാവിലെ തന്നെ കട്ട് ചെയ്ത് തന്നു കേട്ടോ. ഞാൻ ചായ തണുത്തതിന് ശേഷം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗോമാങ്ങ പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. പക്ഷെ ഇതിലൊരു ബ്ലാക്ക് കളറിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതിൻ്റെ സംഭവം ഒന്നും അറിയുന്നില്ല. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് പറയാം കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. അയ്യോ ദൈവമേ, പുളിപ്പും മധുരവും കൂടി മിക്സ് ആക്കിയിട്ടൊരു ടേസ്റ്റ് ആട്ടോ, അടിപൊളി. എന്തെന്തായാലും മുഴുവനും കഴിക്കട്ടെ കേട്ടോ. നമുക്ക് ബാക്കി റിക്കിയുടെ കൂടെ കാണാം. അവൻ സൗണ്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വൈകുന്നേരം കുറച്ച് നേരത്തെ കഴിക്കും കേട്ടോ. അതായത് 7 മണി to 8 മണി അല്ലെങ്കിൽ 9 മണി ഈ ഒരു ടൈമിങ്ങിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഡൈജഷൻ കുറച്ച് കറക്റ്റാണ്. ഇപ്പം ഞാൻ ഇന്നലെ കഴിച്ചതൊരു 9 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൈജഷൻ കുറച്ച് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. പിന്നെ ഇവിടെ രാവിലെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ കഴിക്കില്ല. ഞാൻ ഒരു 9, 10, 11 മണി, അതായത് ഇങ്ങനെ കുറച്ച് ലേറ്റായിട്ട് കഴിക്കുള്ളൂ കേട്ടോ. അതായത് കുറച്ച് ലേറ്റായിട്ട് കഴിക്കുകയും ചെയ്യണം. കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് എക്സസൈസ് ശരീരത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് കുറച്ചൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ സൈലന്റ് ആയിട്ടോ. വണ്ടി പോയതിന് ശേഷം അവിടെ ഒതുങ്ങിയിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇവൻ കുറച്ച് ദിവസത്തേക്ക് ഇവൻ നല്ല കുട്ടിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് അടുത്ത് പോയിട്ട് കൊഞ്ചിക്കാൻ നിന്നാൽ പിന്നെയും വീണ്ടും കുറുമ്പ് കൂടുവേ. വണ്ടി വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. എന്ത് വണ്ടി വന്നാലും പേടിയാട്ടോ അവന്, ഭയങ്കര പേടിയാ അവൻ. എന്താണെന്നറിയില്ല, നമ്മളെ പേടിച്ചു പോകും കേട്ടോ അവൻ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ. പക്ഷെ നമ്മുടെ വീട്ടിലോട്ട് ഏതെങ്കിലും വണ്ടി വന്ന് നമ്മുടെ കാര്യത്തിന് വരുന്ന പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അതിനൊന്നും ഇങ്ങനെ നിലവിളിക്കില്ല. അല്ലാത്ത സമയത്ത് ഭയങ്കര പേടി കൂടുതലാട്ടോ. വണ്ടി പറഞ്ഞാൽ ഭയങ്കര പേടി കൂടുതലാട്ടോ. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സാഡായിട്ടിരിക്കുക, ഫുഡൊന്നും കഴിക്കുന്നില്ല, അങ്ങനെ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. നമ്മുടെ നന്ദിയാർ വട്ടമൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെത്തിപ്പൂ, പിങ്ക് കളറിലുള്ള ചെത്തിപ്പൂ കേട്ടോ. ഇതെല്ലാം ഞാൻ ഒരു ലോങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് കുറച്ച് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്തത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൺറൈസിന്റെ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടൊരു വീഡിയോ കൂടെ കൊടുത്തിട്ടുണ്ട്. വാഴ ഇവിടെ തന്നെയുണ്ട്. ലെമണിന്റെ ഒരു ചെടി ഉണ്ട് പറഞ്ഞില്ലേ, നാരങ്ങ ചെടി, അത് ഇവിടെ തന്നെയുണ്ട് കേട്ടോ. മറ്റേ വൈറ്റ് ഫ്ലവറും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയുടെ മരം. ഈ മാങ്ങ ഞാൻ അന്ന് കഴിഞ്ഞ തവണ വ്ളോഗിൽ ഇട്ടിട്ട് ഇതാരും വലിച്ചിട്ടില്ല തോന്നുന്നു കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട്. ഇനി പഴുക്കുന്നവരെ മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാവുന്ന തോന്നുന്നു കേട്ടോ. നമ്മുടെ ചെന്തെങ്ങ് കേട്ടോ, ഓറഞ്ച് കളറിലുള്ള തേങ്ങയൊക്കെ വന്നിട്ടുണ്ടോ. നെല്ലൊക്കെ ചാക്കിലാക്കി തുന്നിയിട്ടുണ്ട് കേട്ടോ. അത് പക്ഷെ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടില്ല. അത് ടൈം ആവുന്നേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. അതെൻ്റെ അമ്മയാണ്. ചെറിയ 2 ചക്ക, ഇത് ഈ വർഷങ്ങളായിട്ടുള്ളൊരു പ്ലാവാട്ടോ. ഇതിൽ ഞാനിങ്ങനെ കുട്ടിക്കാലത്ത് കയറി കളിക്കുന്നു. ഇവിടെ ഒരു കൊമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് പൊട്ടിച്ച് കളഞ്ഞതാ. അപ്പോൾ ഇവിടെ താഴെ ഒരു ചക്ക പ്ലാവിലിങ്ങനെ വന്നിട്ടുണ്ട് 2 എണ്ണം. ചെറുതാട്ടോ, അത് വീഡിയോയിൽ കാണുമ്പോൾ വലുതുപോലെ തോന്നും, പക്ഷെ സൈസ് ഭയങ്കര ചെറുതാട്ടോ. പിന്നെ ഓമക്കായി എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഈ പപ്പായനെ ഇവിടെ ഓമക്കായി എന്ന് ഞങ്ങളിവിടെ വടക്കഞ്ചേരിക്കാർ പറയുക.
പിന്നെ ചിലവിടെ പപ്പളങ്ങ, പപ്പക്കായ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയാം കേട്ടോ. ഇതിന് ഞങ്ങൾ ഓമക്കായ എന്നാണ് പറയുക. കണിക്കൊന്നയൊക്കെ പൂത്തത് കുറച്ച് കൊഴിഞ്ഞു പോയി, കുറച്ചത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അടുത്ത വീട്ടിലൊരു ആൻറ്റി കേട്ടോ, അത് ഗീതവല്യമ്മ എന്നാട്ടോ പറയാ. പിന്നെ ഇത് ചക്കയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ടോപ്പിൽ വ്യൂ ആട്ടോ. ഇത് സൺറൈസൊക്കെ ഇവിടെ നിന്ന് നേരത്തെ വന്ന് എണിച്ചതാണേ കാണാമായിരുന്നു. പക്ഷെ ഞാൻ ആകെ 6 മണിക്ക് എണിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് അപ്പുറത്തൊക്കെ തെങ്ങുകൾ, നല്ല ഭംഗിയാട്ടോ അവിടെ കാണാൻ.